കല്യാണം കഴിച്ചിട്ട് നമ്മൾ 31 വർഷമായല്ലോ എന്ന് വിചാരിക്കാണ്ട് ഈ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച പോലെ ഇരിക്കണം. ചക്കര കുട്ട തിന്നി കഴിഞ്ഞ അങ്ങനെ ഒരു ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. അതിനൊന്നും ഒരു പ്രായമില്ല മോളെ. എന്നും നമ്മൾ പച്ചയായിട്ടിരിക്കണം. ഉണങ്ങി തോന്നി നമ്മൾ കളർ അടിച്ചേക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ സ്കൂളിൽ ബെല്ലടിക്കുന്ന ഒരേ സമയത്താണ് 4 മണി 4 ദേശീയഗാനം പാടുമ്പോഴേ ഇവർ പാഞ്ഞോടും. എന്താണെന്നറിയാവാ, ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്ത് ഒരു പാലമുണ്ട്. ഈ പാലത്തോളം ഇരിപ്പാ. എന്തിനാ പറഞ്ഞാ ശരിക്കും എത്രയും പ്രായമായില്ലേ ഇരിപ്പാ. ഞാൻ ഓരോ സാധനം കൃത്യ സ്ഥലത്ത് വെക്കുള്ളൂ. വണ്ടിയുടെ നമ്പർ എനിക്കറിയാം, കൃത്യം അവിടെ ആയിരിക്കും. എന്റെ തലമുടിങ്ങനെ ചീപ്പ് എവിടെയാന്ന് എനിക്കറിയാം. ഓരോ സാധനം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവരും പിള്ളേരൊക്കെ രാവിലെ എന്തെങ്കിലും നടപ്പാണ് ചീപ്പ് അവിടെ. ഞാൻ പറയും എലി പോയ വഴി കൂടെ തന്നെ പോകുള്ളൂ. എലി സ്ഥിരമായിട്ട് പോയപ്പോ ഒരു വഴി കാണും. ആ വഴി തെറ്റിപ്പോയാൽ എലിക്ക് വഴി തെറ്റിപ്പോകും. മീൻ വറുപ്പാനെ പൂച്ചേനെ പോലെ അടുക്കള തന്നെ കാണും മിക്കവാറും. എന്താണ് മീൻ വറുപ്പാണെങ്കിൽ ആ ഒരു 3 പാട്ടൊക്കെ പാടി അടുക്കള വട്ടത്ത് തന്നെ കാണും. ഇന്ന് നമ്മളോടൊപ്പം ഗസ്റ്റ് ആയിട്ടുള്ളത് ഫ്രഷ് ടു ഹോമിന്റെ കോ ഫൗണ്ടർ മാത്യു സാറും സാറിന്റെ മിസ്സസ് ലീലമ്മയുമാണ്. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മെഡിമിക്സ്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് അഡ്വൈസ് കൊടുക്കാൻ പറയുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ എന്തായിരിക്കും ഒരു ന്യൂ കപ്പിളിന് കൊടുക്കുക? പലയിടത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാം. ഇപ്പോൾ എന്നിൽ കുറെ കുഴപ്പങ്ങളുണ്ട് അല്ലേ. ഞാനിപ്പോൾ എല്ലാം തികഞ്ഞ ഒരാളൊന്നുമില്ല. എനിക്കുകൊണ്ട് എൻ്റെതായ കുഴപ്പങ്ങൾ, അവർക്കുണ്ടാവുള്ളതായ കുഴപ്പം. നമ്മളെപ്പോഴും ചേരുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ടത് അവളുടെ നല്ലതും അവളുടെ മോശത്തിനെ ഏത് അവസ്ഥയിലാണോ അതിനെ ഞാൻ സ്വീകരിക്കണം. അല്ല അവൾ ആ തെറ്റൊക്കെ തിരുത്തി നന്നായി പെട്ടെന്ന് ദേഷ്യം എന്നൊക്കെ നിർത്തട്ടെ എന്നിട്ട് നമുക്ക് അവളെ സ്നേഹിക്കാം എന്ന രീതിയിലേക്ക് പോയാൽ ഒരിക്കലും ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾക്ക് എന്താണോ അവിടെ ഉള്ളത് അതിനെ നമ്മൾ ഇപ്പം എന്നിലുള്ള കുറവുകളുണ്ട്. ആ കുറവുകളോട് കൂടി സ്വീകരിച്ചത് കൊണ്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്നത്. അല്ലാതെ ഇവൻ്റെ കുറവെല്ലാം മാറ്റി അതൊക്കെ മാറ്റി നന്നായി വിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം എന്നൊരു പോളിസിയിലേക്ക് പോയിട്ട് കാര്യമില്ല. ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് പരസ്പരം ഉണ്ടാകണം. നമ്മുടെ ഉള്ള കുറവുകൾ എന്താണോ അത് ആ ആൾ ആരാണോ ആ പേഴ്സണെ നമ്മൾ അംഗീകരിക്കണം. അയാൾക്ക് ആ പേഴ്സണാലിറ്റി പല വ്യത്യാസങ്ങളുണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടാവും, നമുക്ക് ഇഷ്ടമുള്ളതുണ്ടാവും, പലതും ഉണ്ടാവും. അങ്ങനത്തെ ഒരു മനുഷ്യന് ഓരോ മനുഷ്യനും അവനവൻ്റെതായ പേഴ്സണാലിറ്റി ഉണ്ട്. ഇവളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവൾക്ക് കൂട്ടുകാരികളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ഒക്കെ പലയിടത്തുണ്ട് കൂട്ടുകാരികളുണ്ട്, കൂട്ടുകാരുണ്ട്. അവരൊക്കെ ഇവള് വിളിക്കുന്നത് എനിക്ക് സന്തോഷമായി. ഇവള് മീൻസ് അവൾക്ക് അത് കൊടുക്കുന്നൊരു സന്തോഷമില്ല, അവർ വിളിക്കണം. അങ്ങനെ ഇവരുടെ പിരിഞ്ഞുപോയ കൂട്ടുകാരികളൊക്കെ കണ്ടുപിടിച്ച് വന്നിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അന്ന് ഫോണില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത പിന്നെ എഴുത്തെഴുത്ത് അങ്ങനെയൊക്കെ മടികൾ അങ്ങനെയൊക്കെ ആ സാഹചര്യം നമ്മൾ വിട്ടുപോയ കൂട്ടുകാരികളെ തീർച്ചയായും പോയി പൊൻകുന്നത്തൊന്ന് തപ്പിയെടുത്തെന്ന് എനിക്ക് തന്നിട്ടുണ്ട്. അവരിപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് വന്നു, മോളുടെ കല്യാണത്തിന് വന്നു. ഇനി ഇപ്പൊ അവളുടെ മോന്റെ കല്യാണം ഇനി ഞങ്ങൾ പോകാണ്ടിരിക്കും. ഇവള് പറഞ്ഞു ഇവള് B.Ed ഹിന്ദി B.Ed പഠിച്ചപ്പോൾ ഇവര് ഹോസ്റ്റലിൽ ഇവർ 3 പേര് റൂമിലായിരുന്നു. പക്ഷെ ആ 2 പേരെ കുറിച്ച് ഒരു വിവരവും ഇല്ല. പിന്നെ അന്ന് ഇന്നത്തെ പോലെ മൊബൈലോ ചെയ്തില്ല. ഇന്നത്തെ പിള്ളേർക്ക് ഇത് മനസ്സിലാവുമെന്ന് അറിയില്ല. സ്ട്രഗിൾ ടു ബിലീവ് ആയിരിക്കും. മൊബൈലില്ല, ഒന്നുമില്ല. ആദ്യമൊക്കെ അറിയാം. അതിലൊരാള് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പർ ആയിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയാവുള്ളൂ. പേരും അറിയാം. ഒരു ദിവസം ഞാൻ വാർഡ് ബ്ലോക്ക് പഞ്ചായത്തിന് നമ്പർ എടുത്ത് അവിടെ വിളിച്ചപ്പോൾ അങ്ങനെ ഒരാളെ അവിടെ ഇല്ലെന്നോ. ഞാൻ നിങ്ങളോടത്തെ ഏറ്റവും സീനിയർ ഉദ്യോഗസ്ഥനാണ്. ഒരു സീനിയർ അദ്ദേഹത്തിന് അറിയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ഏറ്റവും അതൊക്കെ ഒരു ദിവസം കൊണ്ടൊന്നുമില്ല, ഒരാഴ്ച എടുത്ത് ഏറ്റവും സീനിയർ ആയിട്ടുള്ള മെമ്പറെ പറയാമെന്ന്. അപ്പോൾ പറഞ്ഞ് ഞങ്ങളുടെ പഴയ ഒരു മെമ്പറാണ്, ഇപ്പം അല്ല, അദ്ദേഹത്തിൻ്റെ നമ്പർ തരാം. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തോട് ഞാനിപ്പോൾ അത് ഞങ്ങളെ ഇങ്ങനത്തെ കൊച്ചാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ കൊച്ചിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ കൊച്ചിനെ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പം മറ്റേ കുട്ടി ഉണ്ടല്ലോ, മറ്റേ കുട്ടി പൊൻകുന്നത്ത് ഒരു പ്രസ് നടത്തുന്ന ആളാണ്, ടീച്ചറാണ്. എൻ്റെ ഹസ്ബൻഡ് പ്രസ്സുണ്ടോ. അപ്പൊ ഈ കൊച്ചി ഈ ടീച്ചർ സ്കൂളിൽ നിന്ന് വന്നു പ്രസ്സിൽ ചെന്നപ്പോൾ കാണുന്നതെന്നറിയോ, ഇലക്ഷൻ സമയമായിരുന്നു. ഈ പെണ്ണിന്റെ ഫോട്ടോ അടിച്ച് പോസ്റ്ററിങ്ങിന് അടിച്ചോണ്ടിരിക്കുക അവിടെ. അപ്പോഴാണ് എന്റെ കൂട്ടുകാരിയാണെന്ന്, അങ്ങനെയാണ് അവര് കണക്ട് ആയത്. അപ്പോഴാണ് ഞാൻ എന്റെ ഫോൺ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അവരുടെ വീട്ടിലൊക്കെ പോയി പിന്നെ ഒന്നിച്ച് റൂമിൽ താമസിച്ചിരുന്നവരാ. അങ്ങനത്തെ ഒരു കണക്ഷനൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നത് നമുക്കൊരു സന്തോഷമല്ലേ. അവർക്ക് എന്നേക്കാൾ ഇപ്പോൾ അവർക്ക് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഹാപ്പിനെസ് കഴിയില്ലേ പണ്ടൊന്നിച്ച്. അപ്പോൾ അതൊക്കെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണ്ടേ. പിന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മൾ 31 വർഷമായല്ലോ എന്ന് വിചാരിക്കാണ്ട് ഈ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച പോലെ ഇരിക്കണം. ഞാൻ ചക്കര കുട്ട തിന്നി കഴിഞ്ഞ അങ്ങനെ ഒരു ഫീലിംഗ് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മടുക്കത്തില്ല. ശരിക്കും നമ്മൾ എന്ത് ഗ്ലാമറായിരുന്നു. കമലഹാസനെ പോലെ മുടി ഉണ്ടായിരുന്ന ആളുടെ മുടിയൊക്കെ പോയി ഇങ്ങനെ കഷ്ടപ്പാടോട് ഇങ്ങനെയൊക്കെ ആയല്ല. അപ്പൊ എൻ്റെ മുടിയൊക്കെ മുഴുവൻ നരച്ചു പോയതാണ്. അപ്പൊ അങ്ങനെ അപ്പോൾ എന്നാലും നമുക്കറിയാം കല്യാണം കഴിച്ച ഇത്രയും നാളെ നമ്മൾ വയസ്സായെന്ന് അറിയാം. എന്നാലും നമ്മൾ പറയാല്ല നമുക്കിത് കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിച്ച പോലെ നമുക്ക് തോന്നുന്നില്ല ഇത്രയും വർഷമായ നമ്മൾ കല്യാണം വെറുതെ ഇരുന്നങ്ങ് പറയാ.
അങ്ങനെ പറയുമ്പോൾ ഒരു നമുക്ക് രണ്ടെണ്ണം ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോഴത്തേക്ക് അതങ്ങനെ. അത് അതിനെപ്പറ്റി ഞാൻ ചോദിക്കാൻ, രണ്ടുപേരും എങ്ങനെയാണ് ഈ സൗന്ദര്യം നിലനിർത്തുന്നത്? സൗന്ദര്യം നിലനിർത്തുന്നത് എനിക്ക് എൻ്റെ തലമുടിയിൽ എൻ്റെ ഹെയർ കറക്കിയിട്ട് തന്നെ എൻ്റെ കിച്ചണിൽ എനിക്ക് 2 പേരുണ്ട് എന്നെ സഹായിക്കാൻ. അതിൽ കനകയെന്ന് പറഞ്ഞ ചേച്ചി എന്നെ തലമുടിയിൽ ഇത് ഹെന്നയൊക്കെ ഇട്ട് റെഡിയാക്കി തരും. എവിടെയെങ്കിലും വല്ല പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഞാൻ റെഡിയാക്കി തരാൻ വേണ്ടി ഹെന്നയൊക്കെ ഇട്ട് റെഡിയാക്കി എൻ്റെ തലയൊക്കെ കഴുകി റെഡിയാക്കി തരും. പിന്നെ മറ്റേ കൊച്ച് എനിക്ക് രാത്രിയും പകലുമുള്ള കൊച്ചും ഒരാൾ പകലുള്ളതാണ്. പകലുള്ള ചേച്ചിയായി എനിക്ക് ഇതൊക്കെ ഹെന്നയൊക്കെ ഇട്ട് തരണം. അതങ്ങനെ സൗന്ദര്യം ഉണ്ടെന്ന് ഞാൻ പറയുമല്ല, ഞാൻ പറഞ്ഞ അവരെയും കൂടെ ഒന്ന് സൗന്ദര്യം ഉണ്ടെന്ന് എന്നുവെച്ചാല് ഇപ്പോഴത്തെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും കാണുന്ന എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരുമാണ്. കാരണം നമ്മൾ മറ്റേ പാർലറിലൊക്കെ പോയി സെറ്റായിട്ടാണ് എല്ലാവരും ഇറങ്ങി വരുന്നത്. പക്ഷെ ഒരു 10-30 വർഷം മുമ്പ് സുന്ദരി എന്ന് പേര് കേട്ട ആളാണ്. അപ്പൊ പിന്നെ ഒട്ടും മോശം പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും സന്തോഷമായിരുന്നു. നമ്മുടെ കിച്ചണിലെ ആ ചേച്ചിമാർക്ക് സന്തോഷം, അവരുടെ ആ സന്തോഷം, അവർക്കും സന്തോഷിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പൊ ആ സന്തോഷത്തെ നമ്മൾ ഇല്ലാതാക്കരുത്. അപ്പൊ ഞാൻ അവരുടെ കൂട്ടത്തിൽ സന്തോഷിച്ചും ചിരിച്ചും പാട്ടും പാടി അവരെപ്പോഴും പറയും ചേച്ചിക്ക് വന്നിരുന്നത് എന്ത് രസമാണ്, നീരുവീഴ്ച ഉണ്ടെങ്കിലും തലവേദന ഉണ്ടെങ്കിലും പോകുമെന്നൊക്കെ അവർ പറയും. എനിക്കൊന്ന് പോസിറ്റീവ് മൈൻഡ് ആണ് ഒരാളുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് തോന്നല്ലേ. ഇപ്പം നമുക്ക് എല്ലാവരും പറയും ഭാഗ്യ സൗന്ദര്യം അല്ല, പക്ഷെ ഭാഗ്യ സൗന്ദര്യം വേണമല്ലോ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാനാണ് എല്ലാ ദിവസവും യോഗ ചെയ്യുന്നത്. ഇപ്പം ഇത്തരം ശീർഷാസം ഇപ്പം ചെയ്യുന്നത് 2 വർഷമായിട്ട് ഡോക്ടർ പറയും. ഇപ്പം പ്രായം കൂടി മോനെ ചിലപ്പോൾ വല്ല കൊടുക്കും, അത് തിരിഞ്ഞ് ശീർഷാസം ചെയ്തത് ഭാഗ്യം ചെയ്തത് നമ്മൾ. അപ്പം ഞാൻ എൻ്റെ 19ാമത്തെ വയസ്സോട്ട് യോഗ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ ബോഡി എല്ലാ ദിവസവും രാവിലെ ഒരു പാട്ടിൻ്റെ കൂട്ടത്തിൽ ഡാൻസ് ഉണ്ട് 5-6 മിനിറ്റ്. 15 മിനിറ്റ് അതൊരു യൂട്യൂബിലൊക്കെ ഉള്ള 15 മിനിറ്റ്സ് ഒരു പാട്ട് പാടും, ആ കൂട്ടത്തിൽ ഡാൻസ് കളിക്കും. എല്ലാവരും കൂടി 1/2 മണിക്കൂർ നടക്കും. നടക്കുമ്പോൾ ഞങ്ങൾക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോട്ട് ഞങ്ങൾ നടക്കുന്നത്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മുടെ തോട്ടം ഞങ്ങൾ മുറ്റത്തൂടെ നടക്കുന്നത്. അപ്പം നമുക്ക് തോട്ടത്തിൽ അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിക്കും നടക്കാത്ത കാര്യം പോലും ആയിരിക്കും ചിലപ്പോൾ. ഇപ്പം ഇനി അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഫ്രഷ് ടു ഹോമിന്റെ കോ ഫൗണ്ടറിന്റെ കിച്ചണിലെല്ലാം ഫ്രഷ് ആണോ, പിന്നെ അത് കുക്ക് ചെയ്യുന്ന ആള് എക്സ്പേർട്ട് ആണോ, എങ്ങനെയാന്നുള്ളതാ? മാം എങ്ങനെയാ കിട്ടലിനായിട്ട് കുക്ക് ചെയ്യോ? ഞാൻ നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അടുക്കളയിൽ ഞാൻ 2 ചേച്ചിമാരുണ്ട്. അപ്പോൾ അവരെല്ലാം ചെയ്തു തരും. അപ്പം അവരും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കുന്നു. അപ്പം അതങ്ങനെ അതായി. ഇപ്പം ചോദിച്ചാൽ പറയും ഇനിയിപ്പോൾ എനിക്ക് നിനക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ചില പോകാൻ കേട്ടോ, ഇവിടെ കനക ഇല്ലെങ്കിൽ ഒരു ചെയ്യും. കനകയ്ക്ക് എങ്ങനെ ചോദിച്ചാൽ നടന്നു വരുമ്പോഴത്തേക്ക് രാവിലെ എന്നിട്ട് വരുമ്പോഴേ തന്നെ 2 ഗ്ലാസ് കട്ടൻ, ഞങ്ങൾക്ക് 2 ഞങ്ങൾ 2 കൂടെ കട്ടൻ കടിക്കുന്നത് പ്രഭാത വാർത്തകൾ കേട്ടോണ്ടാണ്. പിന്നെ ഡെയിലി ന്യൂസ് ഇതല്ലേ, ഒരു വാർത്ത കേട്ടോണ്ടാണ് ഞങ്ങൾ കട്ടൻ കുടിക്കുന്നത്. ആ കട്ടൻ കുടിക്കാൻ കൃത്യമായിട്ട് കണ്ണയ്ക്ക് അറിയാം, വെക്കേണ്ട സ്ഥലം പോലും അറിയാം. അത് അങ്ങനെ വെക്കും. അത് കഴിയുമ്പോൾ നടന്നേച്ചും വരുമ്പോൾ ചോദിച്ചാലും ഒരു ഏത്തപ്പഴം, 1 ഗ്ലാസ് വെള്ളം, അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് വെച്ചിരിക്കും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കുളിക്കുന്ന ടർക്കിയൊക്കെ എടുത്ത് വെച്ചേക്കും. പിന്നെ ടീഷർട്ട് വെച്ച് വയ്ക്കും. അതൊക്കെ എല്ലാം കൃത്യമായിട്ട് പറയും. ഇനിയിപ്പോൾ നിനക്ക് വേണമെങ്കിൽ 10 ദിവസം എവിടെയെങ്കിലും പോകാൻ കനകയില്ലെങ്കിൽ എല്ലാം കണ്ടോ എല്ലാം തെറ്റിപ്പോവിടെ. അത് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ എന്നെ ഒരു എലിയെന്ന് വിളിക്കുന്നതായിരുന്നു. ഞാൻ ഓരോ സാധനം കൃത്യ സ്ഥലത്ത് വയ്ക്കുള്ളൂ. ഞാൻ എൻ്റെ ചീപ്പ് തപ്പി, അല്ലെ എൻ്റെ പോക്കറ്റിൽ ഇടുന്ന പേന തപ്പി, അല്ലെ എൻ്റെ മൊബൈൽ തപ്പി, അത് തപ്പി ഞാൻ നടക്കാറില്ല. ഒരു സെക്കൻഡ് പോലും ഞാൻ പോകും. കാരണം ഞാൻ കൃത്യ ഒരു സ്ഥലത്ത് വണ്ടിയുടെ താക്കോലൊക്കെ. ഇവരും പിള്ളേരൊക്കെ രാവിലെ എന്തെങ്കിലും നടപ്പാണ് ചീപ്പോടെ എന്തെങ്കിലും. ഞാൻ പറയും എലി പോയ വഴി കൂടെ തന്നെ പോകുള്ളൂ. എലി സ്ഥിരമായിട്ട് പോയപ്പോ ഒരു വഴി കാണും, ആ വഴി തെറ്റിപ്പോയാൽ എലിക്ക് വഴി തെറ്റിപ്പോകും. അപ്പൊ ചോദിച്ചാൽ സയൻസ് ശരിക്കും എലി പോലെ ചെയ്യുന്നത് അത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കുന്നതും എന്ത് സമയം എനിക്ക് കറക്റ്റ് എലിയാന്ന് പറയും. അപ്പൊ ഇപ്പൊ നെയിൽ കട്ടറൊക്കെ ആണെങ്കിലേ നെയിൽ കട്ടർ വെക്കുന്ന സ്ഥലം സ്വല്പം അങ്ങോട്ട് മാറി ഇരിപ്പുണ്ടായിരിക്കും, പക്ഷെ കാണിയല്ല, ആ എലി പോയ വഴിയെ വെച്ചേക്കണം ആ കറക്റ്റ്. ഞാനല്ല അങ്ങനെ, ഞാൻ കാരണം അതിനൊന്നും എനിക്ക് ഒരു സെക്കൻഡ് പോലും ഞാൻ നഷ്ടപ്പെടുന്നില്ല. വണ്ടിയുടെ തപോലെ എനിക്കറിയാം കൃത്യം എവിടെ ആയിരിക്കും, എൻ്റെ തലമുടിയുടെ ചീപ്പ് എവിടെയാണെന്ന് എനിക്കറിയാം. ഓരോ സാധനം അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവര് പക്ഷേ ഇവര് രാവിലെ എടാ തീ പോണ്ടടാ ഫോണെടാ വെച്ചാ എന്റെ ഫോൺ അടിക്കണുണ്ടാ. നമ്മുടെ ഫോണിന്റെ ചാർജർ ഒക്കെ പല മുറിയിലായിരിക്കും. ചോദിച്ചാൽ ഒരു കൃത്യ സ്ഥലം ഉണ്ട് അവിടെ തന്നെ. അത് ഏത് ഉറക്കത്തിലും ഇങ്ങനെ ചാർജ് ചെയ്യും പോലും. അങ്ങനെ അത് കൃത്യമായിട്ട് അറിയാം. അതെ. ഫസ്റ്റ് കുക്ക് ചെയ്ത് തന്ന ഡിഷ് ഏതാ? ഞങ്ങളെ വറുത്ത് തന്നു അല്ലേ, മീൻ വറുത്തതായിരിക്കും. പിന്നെ ഞാൻ അവിയൽ തന്നിട്ടുണ്ടാക്കും, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന പോലെ അവിയൽ ഉണ്ടാക്കും. അപ്പൊ എൻ്റെ ചാച്ചൻ മാറ്റിൻ്റെ ചാച്ചൻ ആണ്, മറ്റൊരു ചാച്ചൻ തന്നെ എൻ്റെ ഭക്ഷണം എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ചനാണെങ്കിൽ പറയുമോ നീ ഉണ്ടാക്കി കറിയത് ശരിയെന്ന് പറയും. എൻ്റെ അമ്മച്ചി നല്ലതായിട്ട് കുക്ക് ചെയ്യുന്ന കാരണം. പക്ഷേ മാറ്റിൻ്റെ ചാച്ചൻ പറയുന്നു നല്ല രസമുള്ള അവിയൽ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് മറക്കത്തില്ല. നമ്മൾ പണ്ടെപ്പോഴോ ഏതോ ഒരു ഓണത്തിൽ പറഞ്ഞതാ മോളെ ഈ അവിയൽ നല്ല ടേസ്റ്റ് ഉണ്ടോ, ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല. അതാ നമുക്കത് ഉള്ളിലേക്ക് ആയി. എനിക്ക് മീനും ഇതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ എനിക്ക് ആകെ പച്ചക്കറിയിൽ ഇഷ്ടമുള്ള സാധനം അവിയൽ ഇഷ്ടപ്പെടാൻ കാരണം ഇവളുടെ അമ്മച്ചിയുടെ അവിയൽ കഴിച്ചോളാം. സൂപ്പർ ടേസ്റ്റ്.
അതിന്റെ ഒരു ചെറിയ ദിവസമുണ്ട്. പിന്നെ ഇവിടെ ആ ഞാൻ അറിയാത്തില്ല അമ്മച്ച് ഭയങ്കരമായിട്ട് മീൻ മറക്കണത് കളക്ട് ആവുള്ളൂ. അപ്പം ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്നൊക്കെ വന്ന സമയത്ത് വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ നേരെ അടുക്കളയിലേക്കേ പോകണം. ബാഗോടെ വെച്ച് നേരെ അടുക്കളയിൽ പോയി അവിടെ ഇരുന്ന് ഇത് കഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അല്ല മീൻ വറുപ്പാണെങ്കിൽ പൂച്ചേനെ പോലെ അടുക്കള തന്നെ കാണും മിക്കവാറും എന്താണ് ചുമ്മാതല്ലല്ലോ ഈ ബിസിനസ് അത് മീൻ വറുപ്പാണെങ്കിൽ ആ ഒരു മൂന്ന് പടക്ക പാടി അടുക്കളയുടെ വട്ടത്ത് തന്നെ കാണും. അത് അപ്പൊ ഞാൻ അന്നൊക്കെ ഞാൻ പാത്രമൊക്കെ കഴിയും അടുക്കളയിൽ നിന്ന് പോകുന്നവരെ അടുക്കള തന്നെ ഇരിക്കും ആ മീൻ വറുത്ത കഴിച്ചാൽ സന്തോഷത്തില്. എന്നാലും മാം ഉണ്ടാക്കുന്നതിൽ ഫേവറേറ്റ് ഡിഷ് എന്ന് പറയാനോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറഞ്ഞാൽ എലച്ചില. എലച്ചില എന്ന് പറഞ്ഞാൽ കായലിൽ നിന്ന് കിട്ടുന്ന ഒരു മീനാണ്. ഇവിടെ മാന്തലിന്റെ കായലിലെ ഫോമാണ്. അത് ഇവള് വറുത്ത നല്ല സൂപ്പർ ടേസ്റ്റ്. എന്താ ആ മീൻ തന്നെ നല്ല ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ വേവിച്ച് കരിച്ച് കളയരുതാത്തൊരു മീനാണത്. അത് മാംസം നമ്മൾക്ക് ഇങ്ങനെ പിച്ചി എടുക്കണം. തീരെ കട്ടി കുറവ്, വളരെ കുറവാണ്. അപ്പൊ അത് പിന്നെ പാകത്തിൽ ആകണം, അതിന് കൂടുതലായത് വറുത്തു പോകും. അതിന് ക്രിസ്പി ആയി പോകും. അത് നല്ലൊരു മീനാണ്. അത് കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് പക്ഷെ ഞാൻ ഉണ്ടാക്കണോണ്ടായിരിക്കല്ലോ ചോദിച്ചത്. അത് ആ മീൻ തന്നെ ടേസ്റ്റ് ആണത്. എളിമ നോക്ക് എന്ന് പറയട്ടെ. പിന്നെ അതുപോലെ ജോയിച്ചാന്ന് വെച്ചാലേ നമുക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ജോയിച്ചാൻ ഒരു ഫ്രണ്ട്സിന്റെ ഒരു വലയം തന്നെയുണ്ട്, നല്ല ഫ്രണ്ട്സുകളുടെ ഒരു വലയം. ഇപ്പം നമ്മുടെ പള്ളിയുടെ അവിടെയാണെങ്കിൽ മാസ് വോയിസ് എന്നൊരു ടീമുണ്ട്. അവർ പണ്ട് മുതലെയുള്ള അവർ പള്ളിയിലെ പാട്ട് പാടി തുടങ്ങിയ ഒരു ടീമാണ്. ആ ടീം ഇപ്പോഴും ലൈവായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും അവരുടെ ഒരു കല്യാണത്തിന് എല്ലാവരും കൂടെ പോയി ഫാമിലി ഒരു. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ചൊരു ഗ്രൂപ്പുണ്ട്. അതും നല്ല എല്ലാവരും ഹൈ ലെവൽ ആൾക്കാരാണ്. ജഡ്ജി IPS ആരൊക്കെ എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. ടോപ്പില് നിൽക്കാണ്. അല്ല ഞാനിട്ട് പറയും ഇവരുടെ കൊടുത്തിരുന്ന് പഠിച്ചതാണ് എങ്ങനെയാ. അപ്പൊ വേറെ കഥയുണ്ട്. ഞങ്ങളിപ്പോ നീലേമലയിട്ടേക്ക് പറയാം. ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാനേജ്മെന്റിന്റെ കീഴിലുള്ള 2 സ്കൂളായിരുന്നു. ഇപ്പൊ ചോദിച്ചാൽ ആൺപിള്ളേർ മാത്രം പഠിക്കുന്ന സ്കൂളിൽ ഹോൾ ഫാമിലി, ഞാൻ പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന സെന്റ് മേരീസ് സ്കൂളിൽ. അപ്പോൾ സെന്റ് മേരീസ് സ്കൂളിലും ഞങ്ങൾക്ക് 2 പേർക്കും യൂണിഫോം ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ 2 പേരുടെ സ്കൂളിൽ ബെല്ലടിക്കുന്ന ഒരേ സമയത്താണ്. 4 മണി 4 ദേശീയഗാനം പാടുമ്പോഴേ ഇവർ പാഞ്ഞോടും. എന്താണെന്നറിയാമോ, ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്ത് ഒരു പാലമുണ്ട്. ഈ പാലത്തെ വന്ന് ഇരിപ്പാ. എന്തിനാ പറഞ്ഞാ ഇരിക്കട്ടെ, ഇത്രയും പ്രായമായില്ലേ ഇരിപ്പ. ഈ പാലത്തെ ഒരു പെണ്ണെ നോക്കി എല്ലാ ദിവസവും ഒരു കൂട്ടം പെണ്ണുങ്ങളെ നോക്കുമല്ലോ. അത് തെറ്റേ, അത് തെറ്റ കുഴപ്പമില്ല. അതെ അതെ, ഈ പാലത്തെ വന്ന് ഇരിക്കും. അപ്പൊ ഞങ്ങൾ ചോദിക്കും നിങ്ങൾ എത്ര പെട്ടെന്ന് ഇവിടം വരെ ഈ കല്യാണം കഴിഞ്ഞാൽ ഈ ആമ്പിള്ളേരെല്ലാരും ഈ പാലത്തെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളെ കാണാൻ വന്നതല്ലേ, നിങ്ങളെ കാണാൻ പാടി തീരുമല്ല. ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഞങ്ങളുടെ ഈ ഇവരുടെ സ്കൂളിന് തൊട്ടടുത്ത. അപ്പൊ ഞങ്ങൾക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ബസ് കയറി 10 ദിവസം എടുത്തു. അന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. ഒറ്റ ഓട്ടമാണ് ഓട്ടി സെന്റ് മേരീസിന്റെ പാലത്തൊക്കെ. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞതേ എങ്ങനെ വരാണ്ടിരിക്കും. സ്കൂളിൽ പറയുന്നുണ്ട് ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതം നല്ലോ പരക്കെ നമ്മെ പാദമൃത് കൂട്ടും പാർവണ ശശിബി എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പൊ നീ പ്രേമം എന്നൊക്കെ വന്നത് കയറുമല്ലേ, ഓടുവാ. അപ്പൊ ആരെങ്കിലും പൊളിച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ അന്നിരുന്നവരെല്ലാരും കൂടിയുള്ള ഗ്രൂപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. HFHS 82 എന്നൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ പഠിച്ച എല്ലാവരും കൂടിയുള്ള ഗ്രൂപ്പാണ്. എല്ലാ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും എന്ത് പരിപാടി ഉണ്ട് എല്ലാവരും ഒന്നിച്ചുണ്ടാവും. അപ്പോൾ അവർ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാം കൂടി അവരെ 5-6 പേര് ഒന്നിച്ച് പോയിടാ നമ്മുടെ പാലം പൊളിച്ചു. അപ്പൊ ഒരു പെണ്ണെ നോക്കാൻ വരുന്നല്ല, ഒരു കൂട്ടം. അപ്പൊ ആളുകൾ എല്ലാരും യൂണിഫോം ഇട്ട് പോകുമ്പോ എല്ലാരും ഒരേപോലെ ഇരിക്കുകയാണ്. അപ്പൊ എന്നെ കണ്ടാന്ന് ചോദിച്ചു പറയാ എങ്ങനെ ഇങ്ങനെ വരുമല്ലോ, ഓരോരോടും വരുമല്ലോ, എങ്ങനെ കാണാൻ. പക്ഷെ ഞാൻ ചോദിച്ചാൽ കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട്. എപ്പോഴാണ് എന്റെ കല്യാണത്തിന് മുമ്പേ ഞാൻ കണ്ടിട്ടുണ്ട്. പെണ്ണ് കാണാൻ വരണതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ചോദിച്ചാൽ നന്നായിട്ട് സംസാരിക്കും. അപ്പൊ പ്രസംഗമൊക്കെ പറയാൻ ഒരു ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊള്ളാലോ, ഇയാൾക്ക് കറുത്ത കൊല്ലുന്നതിനെ ഇരിക്കണമെങ്കിൽ നല്ല മിടുക്കനാ, വർത്താനം കേൾക്കാൻ ഭയങ്കര രസമുണ്ടല്ലോ. ഇപ്പോൾ ജൂൺ മാസത്തിലായിരുന്നു ആ പരിപാടി. ജൂലൈ 3 എന്നെ പെണ്ണ് കാണാൻ പോയപ്പോൾ ഈ മനുഷ്യ ചെറുക്കൻ വരുമോ എന്നെ കാണാട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞു എനിക്ക് ചെറുക്കനെ മതി. ഞാൻ നേരത്തെ പള്ളിയിൽ CLC എന്നൊരു സംഘടനയാണ്, അവിടെ ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി എന്നത്. CLCയുടെ എറണാകുളം ഒങ്ങോല അധികൃതർ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ ഏതെങ്കിലും പള്ളികളിലൊക്കെ ഇങ്ങനെ പരിപാടി ഇടയ്ക്ക് തന്നെ പ്രസംഗിക്കാൻ വിളിക്കും. അങ്ങനെ ഇവരുടെ ഉള്ളിൽ ഞാൻ പോയിട്ടുണ്ട് പ്രസംഗിക്കാം. പക്ഷെ ഞാൻ ഇവരെ നോട്ട് ചെയ്യുന്നില്ല, ഒരു ഇഷ്ടം പോലെ ആൾക്കാർ. ഞങ്ങൾ ഓഡിയൻസ് അല്ലേ ഇവിടെ. പക്ഷെ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കൂല, നല്ല സംസാരം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കൂല. അപ്പോൾ സ്വപ്നം പോലെ ഇങ്ങനെ തന്നെ. അപ്പോൾ ആരാണ് വരുന്നതെന്ന് നമുക്ക് വീട്ടിൽ നിന്ന് അറിയാമെങ്കിലും ചോദിച്ചാലാന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. വന്നു കണ്ടപ്പോഴേ മനസ്സിലായത് ചോദിച്ചാലായിരുന്നു എന്നെ പെണ്ണുകളെ വരണം. അപ്പൊ അങ്ങനെ അന്ന് ചോദിച്ചാലനുസരിച്ച് മാതാവിന്റെ നല്ല ഭക്തിയുള്ള മനുഷ്യനാണ്. അപ്പം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തിയത് മാതാവ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പം ഒരു 19-20 വയസ്സുള്ളപ്പോഴല്ലേ തദേവ് സച്ചൻ അല്ലേ, ഒരു മാതാവിൻ്റെ ഒരു ചെറിയ റൗണ്ടിൽ, അത് പണ്ടത്തെ ആൾക്ക് പറഞ്ഞ മനസ്സിലായി, റൗണ്ടിലൊരു രൂപവും പുറകൊരു മാഗ്നറ്റും ഉള്ള ഒരു ഗിഫ്റ്റ് പറഞ്ഞ സാധനമുണ്ട് ചെറുത്. അത് ചോദിച്ചാൽ കൊടുത്തിട്ടും പറഞ്ഞ് നിന്നെ മാതാവ് കാക്കുമെന്ന് പറഞ്ഞ് കൊടുത്തതാണ്. നിന്റെ കാര്യങ്ങളെല്ലാം മാതാവ് നോക്കിക്കോളും എന്ന് പറഞ്ഞ് കൊടുത്തിട്ട്
ആ രൂപം കൊണ്ടുവന്ന് ചോദിച്ചാൽ ആ 19 വയസ്സുള്ളപ്പോൾ റൂമിൽ കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും ഞങ്ങൾ ഈ 31 വർഷം ആയിട്ടും ഞങ്ങൾ അത് നോക്കി പ്രാർത്ഥിക്കും. രാവിലെ പോകുമ്പോൾ പ്രാർത്ഥിക്കും, വരുമ്പോഴും പ്രാർത്ഥിക്കും, പിന്നെ കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും, വരുമ്പോഴേച്ച് കിടക്കാൻ നേരത്ത് പ്രാർത്ഥിക്കും. പിന്നെ ചോദിച്ചാൽ എവിടെയെങ്കിലും പോകുമ്പോൾ അതെടുത്ത് ലാപ്ടോപ്പ് ബാഗിനകത്ത് വെച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ചോദിച്ചാൽ പറയും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ മാതാവിരിക്കുന്ന സ്ഥലത്ത് ലാപ്ടോപ്പ് ബാഗിലൊന്ന് തൊട്ടാൽ മതി, അപ്പം അത് കറക്റ്റായിട്ട് വരുന്നതാണ് പറഞ്ഞത്. അപ്പം അതിന് വേണമെങ്കിൽ ഒരു വിശ്വാസത്തിന്റെ മുഖത്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു അന്ധവിശ്വാസം എന്നൊക്കെ ആൾക്കാർക്ക് വിളിക്കാം. പക്ഷെ നമ്മളെപ്പോഴും നമുക്ക് ഏതാണോ ബലം തരുന്നത് അല്ലേ. ഇപ്പം നമ്മൾ പറയും പണ്ട് കേക്കർനാരുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം എല്ലാ 1-ാം തീയതി അദ്ദേഹം ഗുരുവായൂർ പോകും. വേണമെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് വല്ല കാര്യമുണ്ട്, ഡൽഹി കിടക്കണമെങ്കിൽ കാശ് മുടക്കി 1-ാം തീയതി ഇവിടെ വന്നു 2-ാം തീയതി വന്നാൽ എന്താ കുഴപ്പം എന്ന് വേണം ആൾക്കാർക്ക് ചോദിക്കാം. പക്ഷെ ആ ഒരു സന്ദർശനം അല്ലെങ്കിൽ ആ ഒരു ദർശനം അദ്ദേഹത്തിന് നൽകുന്ന ഒരു മാനസിക പവറുണ്ട് ഇല്ലേ. അടുത്ത 1 മാസത്തേക്ക് പുള്ള മനസ്സ് അതുകൊണ്ട് ഫില്ലായി. പിന്നെ പുള്ളി എല്ലാം എന്തിനെ നേരിടാൻ പുള്ളി റെഡിയാകുവാണ് എന്ന് പറഞ്ഞ മാതിരിയുള്ളതായിട്ട് കൂട്ടിയാൽ മതി. ഇതിനെ എനിക്കത് തരുന്നൊരു ബലമുണ്ട്. ആ ബലം നമുക്ക് എവിടുന്നാണോ കിട്ടുന്നത് അല്ലേ. ഇപ്പം നമ്മുടെ ചില ആൾക്കാർ സൂര്യനെ നോക്കി പ്രാർത്ഥിക്കും, ചിലപ്പോൾ അവർക്ക് അതായിരിക്കും കൊടുക്കുന്നൊരു ബലം. അപ്പോൾ ഒരു ഈശ്വര വിശ്വാസം എന്നല്ല, എനിക്ക് മാതാവിൻ്റെ അവിടെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന അല്ലാതെ കൂടെ അനുഭവമ്പോൾ ഉണ്ടാകുന്നൊരു ബലമുണ്ട്. അതാണ് എൻ്റെ ഒരു ബലം. അത് വേറൊരു അന്ധവിശ്വാസം അങ്ങനത്തെ രീതിയിലേക്ക് പോകണം. ഒരു സൈക്കോളജിക്കലി എനിക്ക് കിട്ടുന്നൊരു ബലമാണ്, ഒരു പോസിറ്റീവ്. പിന്നെ എൻ്റെ വീടിൻ്റെ വാക്കിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ വാതിൽ തുറക്കുമ്പോഴേ അമ്പലമാണ്. അപ്പം ചേർത്തലയിൽ വട്ടക്കാട്ടമ്പലം എന്ന് പറയും. ഈ അമ്പലത്തിൽ രാവിലെയും വൈകുന്നേരവും പാട്ട് വയ്ക്കും. അപ്പോൾ രാധതൻ പ്രേമത്തോടാണോ. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും ആ നാട്ടിലെ മനുഷ്യന് മുഴുവൻ ചില്ലാണ് ഈ പാട്ട് കേട്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഈ അമ്പലത്തിൽ പോകുന്നവരാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ പോലും ഇവർ അമ്പലത്തിൽ പ്രാർത്ഥിക്കും. അമ്പലത്തിൽ എന്തെങ്കിലും വിശേഷ പൂജയൊക്കെ നടത്തുന്ന ഭക്ഷണം നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. അങ്ങനെയൊക്കെ നല്ല അമ്പലത്തിൽ പോകുന്നത്. കാറോട് ഇട്ടാൽ മതി, അവര് നോക്കുന്നതല്ല, അവിടെ നമ്മൾ സേഫാണ്. അപ്പൊ ആ അമ്പലത്തിൽ ഞങ്ങൾ ജനിച്ച പോലെ കാണുന്നതാണ് അമ്പലമൊക്കെ. അമ്പലത്തിൽ ആന വരുന്നതും ഉത്സവവും അല്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അമ്പലം എന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ നമ്മുടെ അമ്പലത്തിന്റെ അങ്ങനെ പറഞ്ഞ വട്ടക്കാട്ടമ്പലം എന്നുള്ള പേര് നമ്മൾ മറന്നുപോകും. അപ്പൊ ആ അമ്പലത്തിൽ എപ്പോഴും പാട്ടാണ്. രാവിലെ 5 മണിക്ക് പാട്ട്, വൈകുന്നേരം 5 മണിക്കും പാട്ടാണ്. ഫുള്ളൊരു പാട്ട് അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ശരിക്കും നമുക്ക് ഉള്ളിൽ നല്ല ഭയങ്കര ഒരു എനർജി കിട്ടും. നമുക്ക് നമ്മള് ലൈൻ അറിയാൻ പറ്റില്ലെങ്കിൽ ഒരു ലൈൻ മതിയെന്നേ. മോള് വീട്ടിൽ വരുമ്പം ചോദിച്ചാൽ മകളെ ആദ്യം ബാക്കിയോള് പാടിക്കോളൂ. അപ്പൊ ബാക്കി അവൾക്ക് സന്തോഷമായി, അവള് പാടിക്കോളും ബാക്കി. ഇപ്പം പണ്ടില്ല ഒരുമിച്ച് ടൈം കിട്ടിയില്ല എന്നുള്ള കാര്യം ഇപ്പം ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കൂടുതൽ ടൈം മാമിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും ഇല്ല, അങ്ങനെ കൊടുത്തില്ലൊന്നുമില്ല. പക്ഷെ വന്നാൽ ഞാൻ മതിയല്ലോ. ഇപ്പൊ നമുക്ക് ചെലവാക്കാൻ പൈസ ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം പിടിച്ച് വലിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. പിന്നെ അത്യാവശ്യം യാത്രകളിലേക്ക് എന്നെയും കൊണ്ടുപോകാറുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ചേർത്തലയിൽ ഒരു കഫേ കോഫി ഇടയിട്ട് അവിടെ ഞങ്ങൾക്ക് സീറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നതാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ മോളുടെ കല്യാണം ആയാലും എന്നായാലും നമ്മുടെ വീട്ടിൽ ചെറിയ ഗാർഡൻ ഇടുന്ന കാര്യം എന്തായാലും നമ്മൾ അവിടെ ഒരു കോഫി കുടിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴും കോഫി ഡേറ്റിനൊക്കെ പോവാറുണ്ട്. പോയി ഞങ്ങളുടെ മോനുണ്ടായിരുന്നു, അവനെയും കൊണ്ടുപോയി. അതിനൊന്നും ഒരു പ്രായമില്ല മോളെ. എന്നും നമ്മൾ പച്ചയായിട്ടിരിക്കണം. ഉണങ്ങരുത്. ഉണങ്ങിന്ന് തോന്നി നമ്മൾ കളർ അടിച്ചേക്കണം. കേട്ടില്ല. ഇപ്പൊ മറ്റേ എന്താ 1 മാസം കഴിഞ്ഞ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല, 1 മാസം കഴിഞ്ഞിട്ട് അവൾ എന്നെ മൈൻഡ് ചെയ്തില്ല. കണ്ടുപഠിക്കും. ഇങ്ങനെ വേണം പോയാൽ. മൈൻഡ് ചെയ്യാത്തൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യിപ്പിക്കാം. പാട്ടൊക്കെ പാടി മൈൻഡ് ചെയ്യിപ്പിക്കാം. അങ്ങനെ മാം അങ്ങനെ ലൈവായിട്ട് നിന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. പക്ഷെ എനിക്ക് കുടുംബത്തിൽ നമ്മള് ഒരു ഭർത്താവ് എന്ന നിലയിൽ ഒരാളെ ലൈവാക്കാനും അയാളെ സന്തോഷമാക്കാനും ഒക്കെ ഒരു പെണ്ണിനെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും. മനസ്സിലായി. അപ്പം നമുക്ക് വേണം പറയാം ചില ആണുങ്ങൾ എന്ത് പറഞ്ഞാലും മനസ്സിലായില്ല അവൻ അങ്ങനെയൊന്നും ആയിട്ടല്ല. അവൻ അങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും. അവനെ ലൈവാക്കാൻ ഇവരെ കൊണ്ട് ഉറപ്പായിട്ടും സാധിക്കും, നിങ്ങളെ കൊണ്ടല്ലേ. എല്ലാം നമ്മുടെ ഡിവോഴ്സ് ചെയ്യുന്ന എല്ലാ കേസുകളും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയോ. അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബോണ്ടിൻ്റെ ചില മേഖലകൾ ചിലപ്പോൾ വല്ലപ്പോഴും ഒരു ചെറിയ സംഭവങ്ങളായിരിക്കും, ചെറിയൊരു തർക്കത്തിൽ നിന്നായിരിക്കും അതുകൊണ്ട് വലുതായി പോകും. പിന്നെ അത് മാത്രമല്ല നമ്മള് കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ചോദിച്ചാൽ കഷ്ടപ്പെടുവാണല്ലോ. ആർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ സപ്പോർട്ടായിട്ട് നിൽക്കണം. അപ്പൊ ചോദിച്ചാൽ ഇടയ്ക്ക് പറയും ചെയ്യും നമുക്ക് 10 വർഷം കഴിഞ്ഞ് അങ്ങനെ ആകണ്ടേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ നമ്മൾ ക്ഷീണിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ നമുക്ക് അങ്ങ് എനർജി കിട്ടുവാണ്. അപ്പൊ ഞാൻ ആ 10 വർഷം കഴിഞ്ഞുള്ള കാര്യം സ്വപ്നം കണ്ടങ്ങ് നടക്കുവാണ്. അപ്പൊ അതൊക്കെ നമ്മൾ കഷ്ടപ്പെടാൻ മാറ്റി. ചോദിച്ചാന്ന് വെച്ചാൽ കഷ്ടപ്പെടേണ്ട 24 മണിക്കൂറും കഷ്ടപ്പെടാൻ തയ്യാറുള്ള ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പൊ രാവിലെ 3 മണിക്ക് എഴുതിട്ട് ഹാർബറിൽ പോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മീനിന് മണമുള്ള ഡ്രസ്സ് അത് ഓഫീസിൽ നിന്ന് എവിടെയെങ്കിലും കുളിച്ചിട്ട് ആ ഡ്രസ്സ് മാറി ഓഫീസിലേക്ക് വരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ഒരു മുഴുവൻ നേരം ബിസി ആയിട്ടുള്ള ഇരിക്കുന്ന ഒരാളായിട്ട്. അപ്പം
അതൊക്കെ കാണുമ്പോൾ നമുക്ക് രസമാണല്ലോ അങ്ങനെ കളമ്പുത്തി ഇപ്പൊ എന്നെ പറ്റുന്ന ഇപ്പൊ ഒരു 2 ദിവസം വീട്ടിൽ ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. ഞാനിങ്ങനെ നടന്ന് ശീലിച്ചത് എനിക്ക് കിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ രണ്ടും കൂടി ഒരു ദിവസം എനിക്ക് തിരുവനന്തപുരത്ത് പരിപാടി ഉണ്ടായിരുന്നു. കോവളത്തൊരു ഹോട്ടലിൽ ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ ഒരു പരിപാടി. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ കോളത്ത് പോയി അടുത്ത പരിപാടി കഴിഞ്ഞ് അന്ന് കോളത്ത് താമസിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്ത് ടൗണിൽ വന്ന് താമസിച്ച് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് അല്ല അന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തൊട്ട് പിറ്റേ ദിവസത്തേക്കാണ്. അപ്പോൾ ചോദിച്ചാൽ പറയും നാളെ എന്നാ ചോദിച്ചാൽ പരിപാടി റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ചോദിച്ചാൽ നാളെ എന്നാ പരിപാടി. അപ്പം നാളെ ഒന്നുമില്ല. അന്ന് മറ്റന്നാളേക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. പറഞ്ഞ അനുസരിപ്പിച്ച് ചെയ്യിപ്പിക്കാം. ആ മറ്റന്നാളേക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അടുത്ത ടിക്കറ്റ് കാശ് പോയി. അത് കഴിഞ്ഞിപ്പം പറയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ ചെന്നപ്പോ സാറിനെ കണ്ട് ഓൾറെഡി ബിസിനസ് റിലേറ്റഡ് ആൾക്കാർ മാത്രമേ തിരിച്ചറിയുന്നുള്ളൂ. പക്ഷെ ഇപ്പം മാമിനെയാണ് അന്വേഷിക്കുന്നത്. മാമിനെ ഫോട്ടോ എടുക്കാനൊക്കെ അന്വേഷിക്കുന്നു എന്നറിയുന്നു. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഇന്റർവ്യൂ ഒക്കെ പുറത്തിറങ്ങിയ ആൾക്കാർ കണ്ടൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിൽക്കുക. അപ്പോൾ സാധാരണ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വല്ല വീഡിയോ കണ്ട പിള്ളേരെ കാര്യങ്ങളൊക്കെ വരും. വന്നൊരു സെൽഫിയൊക്കെ എടുക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ. അപ്പോൾ ഇപ്രാവശ്യം 2 പിള്ളേർ വന്നു അവിടെ. അവരൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് സെൽഫി ഒന്നും എടുക്കുന്നില്ല. അവർ സംസാരിച്ച് മാഡം ഇല്ലേ, ഞാൻ ഇല്ല മാഡം വന്നല്ലോ, മാഡത്തിലൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അല്ല എനിക്ക് ഒത്തിരി ഫോൺ എനിക്ക് ആ ഇന്റർവ്യൂ കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് വെച്ചാൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ്. അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒട്ടും പഠിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. ഒട്ടും പഠിക്കാത്ത ഒരാളാണ്. അപ്പോൾ പഠിക്കുന്ന ലെവൽ പിള്ളേരുടെ ഒരു സെറ്റ് വേറെ, പഠിക്കാത്ത കുട്ടികൾ പഠിക്കാത്ത സെറ്റായിരുന്നു ഞാനൊക്കെ. അപ്പോൾ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ മെസ്സേജ് ഇടുക. അവരൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിരുന്നേ. അവർ റിട്ടയർഡ് ആയിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിളിച്ചിട്ടും പറയാം, നീ ആ പഴയ ഇല്ലമ്മ തന്നെയല്ലേ, നിന്റെ ആ മുഖത്തെ മറുത് ഞാൻ നോക്കുമായിരുന്നു, നീ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നപ്പോഴത്തേക്കില്ലേ നമുക്ക് അയ്യോ ഒരു ഇന്റർവ്യൂ കൊണ്ടുണ്ടായ ഗുണങ്ങൾ കണ്ടോ എൻ്റെ മോനു. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എവിടുന്നൊക്കെ അമേരിക്ക, USA, ഇറ്റലി മെസ്സേജ് വന്നിട്ടുണ്ട്. പരപ്പ എന്നെ കാണണം, എന്നെ 2 ദിവസത്തേക്ക് എന്നെ കൊണ്ടുപോകും, അവരെ വെച്ച് കൊണ്ടുപോകണം എന്ന് ചില്ലാൻ വേണ്ടി കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ സംസാരം വേണം വന്ന് വിൽക്കാൻ, എന്റെ സംസാരം അതും വേണ്ടി കാശാക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്കറിയാം എത്രത്തോളം തിരക്കാണ് സാറാണെങ്കിലും മാം ആണെങ്കിലും വീട്ടിലാണെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് നേരം ടൈം തന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുന്നതെന്നൊക്കെയുള്ള രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട്. എന്താ പറയുക, ഇനിയും ഞങ്ങളൊരു 5 വർഷം കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതേപടി ഇങ്ങനെ സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ഇതാക്കുകയാണ്. നമ്മൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഒത്തിരി സംസാരിക്കുമ്പോഴും ഒരു ബിസിനസ്സുകാരനാകണമെങ്കിൽ അവനൊരു പിന്തുണയുള്ളൊരു കുടുംബം കൂടെ ഉണ്ടാവണം അല്ലേ. ബിസിനസ്സിൽ എപ്പോഴും ഇപ്പം ഈ നിങ്ങൾ ABC മലയാളം നടത്തുന്ന ആൾക്കും കുറേ ടെൻഷൻ ഉണ്ടാവും. അതെ, ആ ടെൻഷനൊക്കെ ഇറക്കി വയ്ക്കാനൊരു സ്ഥലം ഉണ്ടാവണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനൊരു സ്ഥലം എനിക്കുണ്ട് എന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആ സ്ഥലത്ത് ചെന്ന് എല്ലാം ഇറക്കി വെച്ച് ഞാൻ റീചാർജ് ആയി വീണ്ടും രാവിലെ ഫ്രഷ് ആയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ ഇന്നലെയും കൂടെ ഞങ്ങൾ ഒരു മീനിൻ്റെ കളക്ഷൻ സെൻ്റർ ഉണ്ട് തവണക്കടവിൽ. ഞങ്ങൾക്കൊരു വള്ളമുണ്ട്. അപ്പോൾ റെസ്റ്റ് ഹോം എന്ന രീതിയിൽ വള്ളമൊക്കെ ഉണ്ട്. ആ വള്ളത്തിൽ കയറി ഞങ്ങൾ മറ്റേ അല്ലിയാമ്പൽ പാടി വെറുതെ അങ്ങ് പോയി. അപ്പോൾ അതൊക്കെ ഒരു രസമല്ല ജീവിതത്തിൽ. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ ഇങ്ങനെ എപ്പോഴും നല്ല പച്ചയായിട്ടിരിക്കാനും ഇത് സന്തോഷിച്ചിരിക്കാനും ഒക്കെയുള്ള ഒരു കാരണങ്ങൾ അതൊക്കെ കൂടെ ഉണ്ടാകും. ഒരുപാട് താങ്ക്സ് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തതിന്. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മെഡിമിക്സ്.